ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ പുതിയൊരു ടോപ്പിക്കുമായിട്ടാണ് വന്നിരിക്കുന്നത്. മരുഭൂമി. എന്താണ് മരുഭൂമി? നമ്മൾ എന്താണ് മരുഭൂമി കൊണ്ട് ഉദ്ദേശിക്കുന്നത്? മഴ ഒട്ടും തന്നെ ഇല്ലാത്ത പ്രദേശങ്ങളെയാണ് നമ്മൾ മരുഭൂമിയായിട്ട് കൺസിഡർ ചെയ്യുന്നത്. ബട്ട് അങ്ങനെയല്ല. 250 മില്ലിമീറ്ററിന് താഴെയുള്ള പ്രദേശങ്ങൾ, മഴ ലഭിക്കുന്ന പ്രദേശങ്ങളെയാണ് മരുഭൂമികൾ. മരുഭൂമികളെക്കുറിച്ചുള്ള പഠനമാണ് എറിമോളജി. അതായത് ആനുവൽ റെയിൻഫോൾ എന്ന് പറയുന്നത് 250 മില്ലിമീറ്ററിന് താഴെയായിരിക്കണം. ഓക്കെ. മരുഭൂമിയെക്കുറിച്ചുള്ള പഠനമാണ് എറിമോളജി. മരുഭൂമികളുടെ സ്രഷ്ടാവ് എന്ന് വിശേഷിക്കപ്പെടുന്ന കാറ്റാണ് വാണിജ്യവാദം. അതായത് ട്രേഡ് വിൻഡ്സിലൂടെയാണ് നമ്മുടെ മരുഭൂമിൻ്റെ ഫലമായിട്ടാണ് ഉണ്ടാവുന്നത്. അപ്പോൾ ക്രിയേറ്റർ ഓഫ് ഡെസേർട്ട്സ് എന്ന് പറയുന്നത് ട്രേഡ് വിൻഡ്സ് ആണ്. ഭൂമധ്യരേഖയ്ക്ക് ഇരുവശവും 15 ഡിഗ്രി അക്ഷാംശത്തിനും 35 ഡിഗ്രി അക്ഷാംശത്തിനും ഇടയിലാണ് മരുഭൂമികൾ സാധാരണയായി കാണപ്പെടുന്നത്. ഇക്വേറ്ററിൻ്റെ 15 to 35 ഇടയിലാണ് നമ്മുടെ മരുഭൂമികൾ കാണപ്പെടുന്നത്. ഭൂമിയുടെ എത്ര ശതമാനമാണ് മരുഭൂമികൾ എന്ന് ചോദിച്ചാൽ 33%. ലോക മരുഭൂമി മരുവൽക്കരണ നിരോധിത ദിനമാണ് ജൂൺ 17. അപ്പം 33% ഉള്ളത്. ഇനി 4 ടൈപ്സ് ഓഫ് ഡെസേർട്ട്സ് ആണ് ഉള്ളത്. ഉഷ്ണ മരുഭൂമികൾ, ശീത മരുഭൂമികൾ, ധ്രുവ മരുഭൂമികൾ, മിതോഷ്ണ മരുഭൂമികൾ. ഉഷ്ണ മരുഭൂമിക്ക് ഉദാഹരണങ്ങളാണ് സഹാറ, താർ ഡെസേർട്ട്. ഇന്ത്യയിലെ തന്നെ ഒരേ ഒരു ഡെസേർട്ടാണ് താർ ഡെസേർട്ട്. അത് സ്ഥിതി ചെയ്യുന്ന രാജസ്ഥാനിലാണ്. അതിൻ്റെ കുറച്ച് പോർഷൻ പാകിസ്ഥാനിലുണ്ട്, ചോലിസ്ഥാനിൽ എന്നാണ് അറിയപ്പെടുന്നത്. ശീത മരുഭൂമിക്ക് ഉദാഹരണങ്ങളാണ് ഗോബി, അറ്റഗാമ, പാറ്റഗോണിയ. വരണ്ട കടൽ, ഡ്രൈ സീ എന്നറിയപ്പെടുന്നത് ഗോബി മരുഭൂമി. ധ്രുവ മരുഭൂമിക്ക് ഉദാഹരണങ്ങളാണ് ഗ്രീൻലാൻഡ്, അന്റാർട്ടിക്ക. പിന്നെ ട്രയാങ്കിൾ ഷേപ്പിൽ അറിയപ്പെടുന്ന മരുഭൂമി അറിയപ്പെടുന്നതാണ് നമ്മുടെ നെഗേവ്. ലോകത്തിലെ തന്നെ ഒരേ ഒരു ട്രയാങ്കിൾ ഷേപ്പ് മരുഭൂമിയാണ്, ത്രികോണാകൃതിയിലുള്ള മരുഭൂമിയാണ് നെഗേവ്. സീറോഫൈറ്റുകൾ എന്ന് വെച്ചാൽ മരുഭൂമിയിൽ വളരുന്ന സസ്യങ്ങളെയാണ് സീറോഫൈറ്റുകൾ എന്ന് അറിയപ്പെടുന്നത്. പാറകൾ മാത്രം നിറഞ്ഞ മരുപ്രദേശത്തെ അറിയപ്പെടുന്നത് ഹമാദ. മണൽ നിറഞ്ഞ മരുപ്രദേശം അറിയപ്പെടുന്നത് എർക്ക്. പാറക്കൂട്ടങ്ങൾ കാണപ്പെടുന്ന മരുഭൂമിയാണ് റെഗ്. മരുഭൂമിയിൽ കാണപ്പെടുന്ന ഒറ്റപ്പെട്ട ശിലകൾ അറിയപ്പെടുന്നതാണ് ഇൻസെൽബർഗ്സ്. മരുഭൂമികളിൽ അങ്ങിങ്ങായി മഴവെള്ളം കെട്ടിക്കിടക്കുന്നതിനുണ്ടാവുന്ന തടാകങ്ങൾ അറിയപ്പെടുന്നതാണ് പ്ലയ. ഓക്കെ. അപ്പോൾ സീറോഫൈറ്റുകൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ മരുഭൂമിയിൽ വളരുന്ന സസ്യമാണ്. ഇനി അതിനുശേഷം നമ്മൾ പറയുന്നു ത്രികോണാകൃതിയിൽ കാണപ്പെടുന്ന ഇതേതാണ് നെഗേവ്. അത് ഇസ്രായേലിലാണുള്ളത്. അതേപോലെ ത്രികോണാകൃതിയിൽ കാണപ്പെടുന്ന ഓഷ്യനാണ് പസഫിക് ഓഷ്യൻ. ത്രികോണാകൃതിയിൽ കാണപ്പെടുന്ന ഭൂരൂപമാണ് നമ്മുടെ ഡെൽറ്റകൾ. ഓക്കെ. താങ്ക് യു.